هلو، السلام عليكم ورحمة الله وبركاته. كيف حالكم؟ شلونكم؟ شو أخباركم؟ عساكم طيبين إن شاء الله. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ അറബിക് പേപ്പറായ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫിഷ്യൻസി എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഏതൊരു പേപ്പർ തുടങ്ങുമ്പോഴും നമുക്കതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം മുഖദ്ദിമ എന്നാണ് അറബിയിൽ പറയുക, മുഖവുരയ്ക്ക്, ഇൻട്രൊഡക്ഷന്. എന്താ ആ വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെയാണ് പ്രധാനമായിക്കൊണ്ട് ഇൻട്രൊഡക്ഷനിൽ, അതായത് മുഖദ്ദിമയിൽ ചർച്ച ചെയ്യുക. അപ്പൊ അതറിയൽ വളരെയധികം അത്യാവശ്യമാണ്. നോക്കൂ, هو مقرر مهاري يهدف إلى تنمية الكفاءة التواصلية للمتعلمين في اللغة العربية. അറബി ഭാഷയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പേപ്പർ ലക്ഷ്യമിടുന്നത്. ഓക്കെ, അതെങ്ങനെയാണ്? മിൻ ഖിലാലി തദ്രീബിഹിം അല ഇസ്തിഖ്ദാമിൽ ലുഗ ഫി മവാഖിഫിൽ ഹയാത്തിൽ യൗമിയ വൽ അക്കാദമിയ അൽ മുഖ്തലിഫ. ഒരു മനുഷ്യന്റെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ, അത് അക്കാഡമിക് സാഹചര്യമാകട്ടെ, സാമൂഹികപരമായ ജീവിതമാകട്ടെ, ഏതവസ്ഥയിലും അവൻ പ്രയോഗിക്കേണ്ട അറബി സെന്റൻസുകൾ, അറബി പദപ്രയോഗങ്ങൾ, അതിന്റെ മേൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ പേപ്പർ ഡെവലപ്പ് ചെയ്യുന്നത്. പ്രധാനമായിക്കൊണ്ടും അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറഞ്ഞാൽ അല മൻഹജ് തവാസുലി മുതകാമിൽ യജ്മഅ ബൈന മഹാറാത്ത് ഇസ്തിമാ വത്തഹദ്ദുസ് വൽ ഖിറാഅ വൽ കിതാബ. ഏതൊരു ഭാഷയുടെയും ബേസിക്കായ, അസാസിയായ, ബേസിക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ സ്കിൽസ് എന്ന് പറയുന്നത് ഒന്ന് ഇസ്തിമ, കേൾവിയാണ്. പിന്നെ തഹദ്ദുസ്, സംസാരിക്കലാണ്. അതായത് ആദ്യമായി കൊണ്ട് ഇസ്തിമ, ലിസണിങ്, പിന്നെ തഹദ്ദുസ്, സ്പീക്കിംഗ്, പിന്നെ ഖിറാഅ, റീഡിങ്, പിന്നെ കിതാബ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്. ഈ 4 സ്കിൽസുകളാണ് പ്രധാനമായിക്കൊണ്ടും ഏതൊരു ഭാഷ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് വേണ്ട ബേസിക് സ്കിൽസുകൾ. അപ്പൊ ആ ഒരു മെത്തഡോളജിയാണ് ഈ പേപ്പറും ഫോളോ ചെയ്യുന്നത്. തർക്കീസ് അല തൗളീഫിൽ മുഫ്രദാത്ത് വത്തറാക്കീബിൽ ലുഗവിയ ഫി സിയാഖാത്ത് വാഖിഇയ. ഏതോടുകൂടെ ഒരുപാട് അറബി പദപ്രയോഗങ്ങൾ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ട അറബി പദപ്രയോഗങ്ങളുടെ മേലിൽ ഊന്നൽ നൽകിക്കൊണ്ട്, അതിനെ പ്രത്യേകം ഗൗനിച്ചുകൊണ്ട് ഈ ഒരു പേപ്പർ അതിനായി ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രധാനമായിക്കൊണ്ടും ഈ പേപ്പർ 3 ബ്ലോക്കാണുള്ളത്. അല സലാസ ഖിതാഅത്ത്, 3 ബ്ലോക്കുകളുണ്ട്. വഅല 9 വഹദാത്ത്, 9 യൂണിറ്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ 9 യൂണിറ്റുകളും ഒരു വിദ്യാർത്ഥിയുടെ സാംസ്കാരികപരമായ, സാമൂഹികപരമായ, അവന്റെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അവന്റെ ജീവിതം, ആ ജീവിതത്തിൽ അവൻ പ്രയോഗിക്കേണ്ട, അവൻക്ക് ആവശ്യമായി വരുന്ന അറബി പ്രയോഗങ്ങൾ. ഏതൊരാളും സംസാരിക്കാൻ അത്യാവശ്യമുള്ള ആൾക്കാരാണല്ലോ, ഏതൊരാൾക്കും സംസാരിക്കണം. സംസാരം നമ്മൾ സാധാരണ മലയാളത്തിൽ സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അല്ലെ? അതെങ്ങനെ അറബിയിൽ സംസാരിക്കാം? അറബിയിൽ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെ അറബിയിൽ പറയാം? അറബി പദപ്രയോഗങ്ങൾ അവനെ പ്രോത്സാഹിപ്പിച്ച് പരിശീലിപ്പിക്കുകയാണ് ഈ 9 ചാപ്റ്റേഴ്സ്, 9 യൂണിറ്റുകളും ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രാക്ടീസുകളും അതേപോലെ ഒരുപാട് വർക്കുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂട്ടാൻ സഹായിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ ബ്ലോക്കിൽ പ്രധാനമായിക്കൊണ്ടും 3 യൂണിറ്റുകളാണുള്ളത്. ഓരോ ബ്ലോക്കിലും 3 ബ്ലോക്കുകളാണുള്ളത്. 3 ബ്ലോക്കിലും 3 യൂണിറ്റുകൾ, അങ്ങനെ മൊത്തം 9 യൂണിറ്റുകളാണ് ഈ പേപ്പർ ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റ് തആറുഫ് വത്തഹയ്യ. തആറുഫ് വത്തഹയ്യ എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുക, നമ്മൾ മറ്റൊരാളെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെ? ഇൻട്രൊഡക്ഷൻ. അതേപോലെ വത്തഹയ്യ, തഹയ്യ എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ്സ്. നമുക്ക് ഏതൊരു ഭാഷയിലും കൂടാതെ കഴിയാത്ത ഒരു വസ്തുവാണ് ഗ്രീറ്റിംഗ്, അതേപോലെ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ ഉള്ളത്, അല്ലെ? അപ്പൊ അതിനെ കുറിച്ചിട്ടാണ്, അതിന് നമ്മൾ എങ്ങനെ അറബിയിൽ പ്രയോഗിക്കാം എന്നൊക്കെയാണ് ആദ്യത്തെ നമ്മുടെ യൂണിറ്റ് പറയുന്നത്. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കൂ. ഒന്ന് തഅല്ലും ഇബാറ അഹ്ദാഫ്. അഹ്ദാഫ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ. തഅല്ലും ഇബാറാത്ത് തഹയ്യ വതആറുഫ് ബിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷയിൽ പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴുള്ള പ്രയോഗിക്കേണ്ട പദങ്ങൾ മനസ്സിലാക്കാം. ഗ്രീറ്റിംഗ്സിന്റെ
പദപ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന് ഇക്തിസാബ് മഹാറാത്ത് തഖ്ദീം നഫ്സ് വൽ ആഖിരീൻ, നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ, മറ്റുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സ്കിൽസ് നേടിയെടുക്കാം. മറ്റൊന്ന് തൻമിയത്ത് മഹാറാത്ത് ഇസ്തിമാ വൽ ഖിറാഅ വൽ കിതാബ വൽ തഹദ്ദുസ് അൽ അസാസിയ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു ഭാഷയുടെയും പ്രധാന എന്താ പറയാ 4 സ്കിൽസ് ഉണ്ടല്ലോ. ഏതൊക്കെയാണത്? ഒന്ന് ഇസ്തിമാ, തഹദ്ദുസ്, ഖിറാഅ, കിതാബ. അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഈ 4 സ്കിൽസ് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഈ യൂണിറ്റ് ഉദ്ദേശിക്കുന്നു. അതേപോലെ ഇസ്തിഖ്ദാമുൽ ലുഗത്തിൽ അറബിയ ഫിൽ മവാഖിഫിൽ ഇജ്തിമാഇയ്യ അൽ യൗമിയ്യ, ദൈനംദിനമുള്ള അവന്റെ സാമൂഹിക ജീവിതത്തിൽ പല സന്ദർഭങ്ങളായിക്കൊണ്ട് അവൻക്ക് അറബി ഭാഷ ഉപയോഗിക്കേണ്ടി വരും. ആ അറബി ഭാഷ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നും നമുക്ക് ഈ പാഠം ലക്ഷ്യമിടുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ യൂണിറ്റ് അറബി ഭാഷയെ കുറിച്ചിട്ടുള്ളതാണ്. അറബി ഭാഷയുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അറബി ഭാഷയുടെ ചരിത്രം, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ നാഗരികപരമായി കൊണ്ടും സർവ്വലൗകികമായി കൊണ്ടുമുള്ള അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കലാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന് നോക്കൂ, തഅറുഫ് അലാ നഷ്അത്തിൽ ലുഗത്തിൽ അറബിയ വ ഖസാഇസിഹ, അറബി ഭാഷയുടെ വളർച്ച, അതിന്റെ സവിശേഷതകൾ, അതൊക്കെ മനസ്സിലാക്കാം. അതേപോലെ അറബി ഭാഷയുടെ ഇദ്റാഖ് അഹമ്മിയത്തിൽ അറബിയ ഫിൽ ഹദാറത്തിൽ ഇൻസാനിയ വൽ ഇസ്ലാമിക, ഇസ്ലാമിക് നാഗരികതയിലും അതുപോലെ ലൗകിക നാഗരികതയിലും അറബി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. മഅരിഫത്ത് മജാലാത്തിൽ അമൽ ലിൽമുതഅല്ലിമി അൽ അറബിയ, അറബി ഭാഷ പഠിക്കുന്ന ആൾക്കാർക്ക് ജോലി അവസരങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചാൽ എത്രത്തോളം ജോലി സാധ്യതകളുണ്ടോ അതേപോലെ തന്നെ അറബിക്കും ഉണ്ട്, പക്ഷെ അതാരും അറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു അറബി ഭാഷയെ കുറിച്ച് പറയുന്ന രണ്ടാം യൂണിറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് തഅലീമുൽ ജാമിഇ, യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ആണ്. അപ്പോൾ അറബി ഭാഷ യൂണിവേഴ്സിറ്റി സ്റ്റഡികളിൽ എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതേപോലെ അറബി ഭാഷ എങ്ങനെയാണ് റിസർച്ചുകളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് ചർച്ച ചെയ്യുന്നു. അതേപോലെ നമുക്ക് അറബി ഭാഷയിൽ നമ്മുടെ ഒരുപാട് സങ്കീർണമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് കഴിവിനെ വളർത്തിയെടുക്കുന്നു. അതേപോലെ എന്താണ് അക്കാഡമി ലൈഫ്, അത് അറബി ഭാഷയിൽ അറബി രീതിയിൽ എങ്ങനെയാകണം എന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത് രണ്ടാമത്തെ ബ്ലോക്കാണ്. നാലാമത്തെ യൂണിറ്റ് ആണ് വരുന്നത്. നാലാമത്തെ യൂണിറ്റ് അസിയാഹ അത്തിബിയ. സിയാഹ എന്ന് പറഞ്ഞാൽ യാത്ര പോവുക എന്നാണ് മീനിങ്, അല്ലെ? ട്രിപ്പടി. തിബിയ എന്ന് പറഞ്ഞാൽ വൈദ്യം. അപ്പൊ വൈദ്യാവശ്യാർത്ഥം യാത്ര പോകുന്നത് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ വൈദ്യയാത്രകൾ നമുക്കറിയാം. ഗൾഫ് കൺട്രികളിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, അല്ലെ? അവരുടെ വൈദ്യ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. നമുക്കറിയാം കോട്ടക്കലും അവിടെയൊക്കെ ഒരുപാട് ആയുർവേദ വിദഗ്ധരായ ആൾക്കാരെ കാണാൻ വേണ്ടി ഗൾഫ് നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അറബി ഭാഷ ആ ഒരു സാഹചര്യത്തിൽ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രിപ്പുമായി ബന്ധപ്പെട്ട അറബി വേർഡുകൾ, അറബി പദപ്രയോഗങ്ങൾ, അതേപോലെ വൈദ്യരംഗവുമായി ബന്ധപ്പെട്ട അറബി പദപ്രയോഗങ്ങൾ, അറബി വേർഡുകൾ, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായി കൊണ്ടുള്ള ഇതിന്റെ ലക്ഷ്യം. നോക്കൂ, അത്തഅറുഫ് അലാ മഫ്ഹൂമി സിയാഹ അത്തിബിയ, വൈദ്യയാത്ര എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കാം. അതേപോലെ ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ആശുപത്രികളും അതേപോലെ ഹിദ്മാത്ത് സിഹ്ഹിയ എന്ന് പറഞ്ഞാല് ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ബേസിക്കായി നമുക്കൊരു യാത്രയുമായി ബന്ധപ്പെട്ട, നമ്മൾ പറഞ്ഞു വൈദ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ മനസ്സിലാക്കാം. അതേപോലെ നമുക്ക് ഈ ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകളിലും വിഷയങ്ങളിലും ഒക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് അൽ വഹദത്തുൽ ഖാമിസ, അഞ്ചാമത്തെ ചാപ്റ്റർ ആണ്, അഞ്ചാമത്തെ യൂണിറ്റ് ആണ്. ഓക്കെ, അൽ ഹിന്ദ് വദുവലുൽ ഖലീജ് അറബിയ, ഇന്ത്യയും ഗൾഫ് കൺട്രികൾ തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചാണ് നമ്മുടെ ദുവലുൽ ഖലീജ് അറബിയ എന്ന് പറഞ്ഞാൽ അറബിക് ഗൾഫ് കൺട്രീസ്. അപ്പൊ ഇന്ത്യയും അറബിക് ഗൾഫ് കൺട്രീസ്, അതാണ് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ പേര്, അഞ്ചാമത്തെ യൂണിറ്റിന്റെ പേര്. ഇതിന് പ്രധാനമായി കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്
ഇതിന്റെ പ്രധാനമായ ലക്ഷ്യം എന്തെന്ന് പറയുന്നത് തുസല്ലിത്തു ളൗ അലൽ അലാഖാത്ത് താരിഖിയ വസ്സഖാഫിയ വൽ ഇഖ്തിസാദിയ ബൈനൽ ഹിന്ദ് വദുവലിൽ ഖലീജ്. അറബിക് കൺട്രികൾ, ഗൾഫ് കൺട്രികൾ, അതും ഇന്ത്യയുടെയും ഇടയിലുള്ള അലാഖത്ത് താരിഖിയ എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്റോറിക്കലായിട്ട് കൊണ്ടുള്ള ബന്ധങ്ങൾ, സഖാഫിയ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ, ഇഖ്തിസാദി എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ. അപ്പോൾ സാമ്പത്തികപരമായി കൊണ്ടും സംസ്കാരപരമായി കൊണ്ടും ചരിത്രപരമായി കൊണ്ടുമുള്ള ഇന്ത്യയുടെയും അറബി കൺട്രികളുടെയും ഇടയിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ലക്ഷ്യം. ഓക്കെ, ബാക്കിയുള്ള ലക്ഷ്യങ്ങൾ നോക്കൂ. അൽ അഹ്ദാഫ്: ഒന്ന്, അത്താറുഫ് അലാ ദുവലിൽ ഖലീജ് വമജ്ലിസ് തആവുനിൽ ഖലീജി. അത്താറുഫ് നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും അലാ ദുവലിൽ ഖലീജ് വമജ്ലിസ് തആവുനിൽ ഖലീജി, ഗൾഫ് കൺട്രികളെ കുറിച്ചും അതേപോലെ ഗൾഫ് കൺട്രിയിലുള്ള കോർപ്പറേഷൻ കൗൺസിൽ. മജ്ലിസ് തആവുനുൽ ഖലീജ് പറഞ്ഞാൽ ഗൾഫ് കൺട്രിയിലെ, തആവുൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കൗൺസിലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. ഓക്കെ, മറ്റൊന്ന് ഫഹ്മുൽ അലാഖാത്ത് താരിഖിയ വത്തിജാരിയ ബൈനൽ ഹിന്ദ് വൽ ഖലീജ്. ഫഹ്മുൽ അലാഖാത്ത് താരിഖിയ, ഹിസ്റ്റോറിക്കലായ ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കുക. വത്തിജാരിയ, അതേപോലെ വാണിജ്യപരമായിക്കൊണ്ടുള്ള ബന്ധങ്ങൾ. ബൈനൽ ഹിന്ദ് വൽ ഖലീജ്, ഇന്ത്യയുടെയും ഗൾഫ് കൺട്രിയുടെയും ഇടയിലുള്ള ഹിസ്റ്റോറിക്കൽ വാണിജ്യപരമായ ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് തൻമിയത്തുൽ മുഫ്രദാത്തുൽ മുതഅല്ലിഖ ബിൽ അലാഖാത്ത് ദുവലിയ വത്തആവുനുൽ ഇഖ്തിസാദി. നമ്മുടെ രാഷ്ട്രീയപരമായി കൊണ്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളെ കുറിച്ച് വരുന്ന പദപ്രയോഗങ്ങൾ, പദങ്ങൾ, അതിന്റെ വേർഡ് ബാങ്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യം. വത്തആവുനുൽ ഇഖ്തിസാദി, എക്കണോമിക്കൽ കോപ്പറേഷൻ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന പദങ്ങൾ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഏതൊരു ചാപ്റ്ററിന്റെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന പദങ്ങൾ, വേർഡ്സ് നമുക്ക് നമ്മുടെ വേർഡ് ബാങ്കിൽ ആഡ് ചെയ്യുക, അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, മറ്റൊന്ന് തത്വീറു മഹാറാത്തുൽ ഹിവാർ വൽ മുനാഖഷ ഹൗലൽ ഖളായ ഇഖ്ലീമിയ. നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അൽ ഹിവാർ, മഹാറാത്തുൽ ഹിവാർ, മഹാറത്ത് പറഞ്ഞാൽ സ്കിൽസ് എന്നാണ്, ഹിവാർ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ. അപ്പൊ സംഭാഷണം നടത്താനും മുനാഖഷ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യാനുമുള്ള നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. എന്തിനെ കുറിച്ച്? ഹൗലൽ ഖളായ അൽ ഇഖ്ലീമിയ, നമ്മുടെ രാഷ്ട്രപരമായ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച ചെയ്യാനും അതേപോലെ സംഭാഷണം നടത്താനുമുള്ള നമ്മുടെ കഴിവിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക്, നെക്സ്റ്റ് യൂണിറ്റിലേക്ക് നമുക്ക് പോകാം. അൽ വഹദത്തു സാദിസ, ആറാമത്തെ യൂണിറ്റ് മദീനത്തു ഡൽഹി, ഡൽഹി പട്ടണത്തെ കുറിച്ചിട്ടാണ്. അൽ അഹമ്മിയ, ഏറ്റവും പ്രധാനപ്പെട്ടത്. തുഅർരിഫു ത്വാലിബ ബിഇഹ്ദാ അഹമ്മിൽ മുദനിൽ ഹിന്ദിയ താരിഖിയൻ വസഖാഫിയൻ വസിയാസിയൻ. ഈ ചാപ്റ്റർ, ഈ യൂണിറ്റ് ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഡൽഹി, അല്ലെ? അപ്പൊ അതിന്റെ ചരിത്രം, വസഖാഫിയൻ എന്ന് പറഞ്ഞാൽ താരിഖ് എന്ന് പറഞ്ഞാൽ ചരിത്ര വശങ്ങൾ, സഖാഫിയൻ സംസ്കാര വശങ്ങൾ, സിയാസിയൻ രാഷ്ട്രീയ വശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഡൽഹി പട്ടണത്തെ കുറിച്ച് ഈ ചാപ്റ്റർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അൽ അഹ്ദാഫ്, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അത്തഅറുഫ് അലാ താരിഖ് ഡൽഹി വസഖാഫത്തിഹ വതുറാസിഹ, ഡൽഹി ചരിത്രം മനസ്സിലാക്കുക, ഡൽഹിയുടെ സഖാഫത്ത് കൾച്ചർ മനസ്സിലാക്കുക, വതുറാസിഹ അതിന്റെ ചരിത്രം, അതിന്റെ പ്രമാണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുക. വസ്ഫുൽ മുദൻ വൽ മആലിമുൽ ഹളാരിയ ബില്ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ രാഷ്ട്രങ്ങളെയും അതേപോലെ പട്ടണങ്ങളെയും ഹലാരിയായ മആലിം എന്ന് വെച്ചാൽ നമ്മുടെ നാഗരികതയുടെ അടയാളങ്ങളെയും എങ്ങനെ വർണ്ണിക്കാം എന്ന് പഠിപ്പിക്കുന്നു. മറ്റൊന്ന് തൻമിയത്ത് മഹാറാത്ത് സർദ് വൽ വസ്ഫ്, വിശേഷണം നടത്താനും ഒരു കാര്യം വിവരിക്കാനുമുള്ള നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. മറ്റൊന്ന് ഇസ്റാഉർ റസീദ് ലുഗവി അൽ മുർത്തബിത് ബിൽ മുദൻ വൽ ഹയാത്തിൽ ഹളരിയ, നാഗരികപരമായ ജീവിതവും അതേപോലെ നമ്മുടെ പട്ടണങ്ങളെ കുറിച്ചുള്ള പദസമ്പത്ത് വളർത്തുക. ഇസ്റ എന്ന് പറഞ്ഞാൽ വളർത്തുക, റസീദുൽ ലുഗവി പദസമ്പത്ത് വേർഡ് ബാങ്ക് വളർത്തുക, അൽ മുർത്തബിത് ബിൽ മുദൻ വൽ ഹയാത്തിൽ ഹളാരിയ, മുർത്തബിത്ത് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട, ബിൽ മുദൻ പട്ടണങ്ങളുമായി ബന്ധപ്പെട്ട, വൽ ഹയാത്തിൽ ഹളാരിയ
നാഗരിക ജീവിതവുമായി ബന്ധപ്പെട്ടു വരുന്ന ഒക്കെയുള്ള പദസമ്പത്ത് വളർത്തുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ മറ്റൊരു ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക്, നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലാണ്. ഓക്കെ, അൽ വഹദത്തു സാബിഅ മൂന്നാമത്തെ ബ്ലോക്കിൽ, അതായത് തേർഡ് ബ്ലോക്കിൽ അതിന്റെ കീഴെയായിക്കൊണ്ട് 3 യൂണിറ്റുകളുണ്ട്. ഓക്കെ, തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അൽ വഹദത്തു സാബിഅ, 7ാമത്തെ യൂണിറ്റ് ആണ്. ഓക്കെ, അത്തബിഅതു വൽ ബസ്തന, ഗാർഡനിങ്ങിനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ അടുക്കലുള്ള വേർഡ് ബാങ്ക് അല്ലെ, പ്രകൃതിയെ കുറിച്ചും ഗാർഡനിങ്ങിനെ കുറിച്ചുമുള്ള നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുക, അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നോക്കൂ, അത്തഅറുഫ് അല അനാസിർ തബിഅ വൽ ഫുസൂൽ അൽ അറബിയ, പ്രകൃതിയുടെ ഘടകങ്ങളെ കുറിച്ചും അതേപോലെ പ്രധാനപ്പെട്ടുള്ള 5 ഫസൽ 5 കാലങ്ങളെ കുറിച്ചുമാണ്. നമുക്കറിയാം 5 കാലങ്ങളുണ്ട് അല്ലെ, ഹേമന്തകാലം, വസന്തകാലം, ശൈത്യകാലം, ഉഷ്ണകാലം അല്ലെ. അതങ്ങനെ പറയാം, ഹേമന്തകാലത്തിന് അൽ ഫസ്ലുൽ ഖരീഫ് എന്ന് പറയും, ഉഷ്ണകാലത്തിന് ഫസ്ലു സ്വൈഫ് എന്ന് പറയും അല്ലെ, ശൈത്യകാലത്തിന് ഫസ്ലു ഷിത്ത, വസന്തകാലത്തിന് ഫസ്ലു റബി എന്ന് പറയും. അപ്പൊ ഈ 4 കാലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. മറ്റൊന്ന് ഫഹമു അഹമ്മിയത്തിൽ ബിഅ വൽ ബസ്തന ഫി ഹയാത്തിൽ ഇൻസാൻ, ബിഅ പ്രകൃതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുക, വൽ ബസ്തന ഗാർഡനിങ്ങിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുക, ഫി ഹയാത്തിൽ ഇൻസാൻ മനുഷ്യന്റെ ജീവിതത്തിൽ. മറ്റൊന്ന് ഇക്തിസാബ് മുഫ്രദാത്ത് തതഅല്ലഖ് ബിത്തബിഅ വൽ ഹദായിഖ്, ഗാർഡനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന മുഫ്രദാത്ത് പദങ്ങളെ മനസ്സിലാക്കിയെടുക്കുക. മറ്റൊന്ന് തഅബീർ അനിൽ മശാഇർ വൽ ഇന്തിബാഅത്ത് തിജാഹൽ ബിഅത്തി തബീഇയ്യ, നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ഫീലിങ്സിനെ പ്രകടിപ്പിക്കാൻ, അറബിയിൽ എങ്ങനെ പ്രകടിപ്പിക്കാൻ, അതിനുള്ള സ്കിൽസ് എങ്ങനെ വളർത്താം എന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഓക്കെ, നെക്സ്റ്റ് അൽ വഹദത്തു സാമിന, 8ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ യൂണിറ്റ് അൽ ആസാറു താരിഖിയ, ചരിത്രപരമായ അടയാളങ്ങൾ, ചരിത്രപരമായ അവശേഷിപ്പുകൾ, നമ്മൾ പറയില്ലേ ശേഷിപ്പുകൾ എന്നൊക്കെ പറയില്ലേ, അതിനെ കുറിച്ചാണ്. അൽ അഹദാഫ്, അതിന്റെ ലക്ഷ്യം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ചരിത്രപരമായ അടയാളങ്ങളും ശേഷിപ്പുകളും നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആസാർ എന്ന് പറഞ്ഞാൽ ശേഷിപ്പുകൾ, മആലിമു താരിഖ് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ അടയാളങ്ങൾ. ഫഹ്മു തതവ്വുറുൽ ഹളാറാത്ത് വസ്സഖാഫാത്ത് അൽ മുഖ്തലിഫ, വ്യത്യസ്ത തരത്തിലുള്ള കൾച്ചറുകൾ, ഇന്ത്യയിൽ ഒരുപാട് കൾച്ചറുകൾ ഉണ്ട് അല്ലേ. അപ്പൊ വ്യത്യസ്തപരമായ ഇന്ത്യയിലെ കൾച്ചറുകൾ, ഇന്ത്യയിലെ നാഗരിക അവസ്ഥകൾ, അതൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്ന് മനസ്സിലാക്കി തരുന്നു ഈ ചാപ്റ്റർ. മറ്റൊന്ന് തഅല്ലും മുഫ്രദാത്ത് ഇമാറ വൽ ഫുനൂൻ വത്തുറാസ്, പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട, തുറാസ് പറഞ്ഞാൽ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട, ഫുനൂൻ എന്ന് പറഞ്ഞാൽ കലകളുമായി ബന്ധപ്പെട്ട, ഇമാറ എന്ന് പറഞ്ഞാൽ കെട്ടിടം. അപ്പൊ ഈ 3 കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന മുഫ്രദാത്ത് പദങ്ങൾ തഅല്ലും ചെയ്യുക എന്ന് വെച്ചാൽ പഠിക്കുക. തൻമീത്ത് മഹാറാത്തുൽ വസ്ഫ് വത്തഹ്ലീൽ സഖാഫി ബില്ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ ഒരു കാര്യം എങ്ങനെ എന്തു പറയാം വിശദീകരിക്കണം, വിശേഷിക്കണം, അതേപോലെ തഹ്ലീൽ എങ്ങനെ അനലൈസ് ചെയ്യണം, അതൊക്കെ അതിനുള്ള സ്കിൽ നമുക്ക് വർദ്ധിപ്പിച്ച് തരുന്നു ഈ ഒരു 8ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 8ാമത്തെ യൂണിറ്റ്. നെക്സ്റ്റ് ലാസ്റ്റ് യൂണിറ്റ് ആണ് 9ാമത്തെ യൂണിറ്റ്, നലാഫ, വൃത്തിയെക്കുറിച്ചുള്ള യൂണിറ്റ് ആണ്. അഹദാഫുഹ, അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന് ഫഹമുൽ ഖീമത്തുൽ അസാസിയ ലിന്നലാഫ ഫി ഹയാത്തിൽ ഫർദി വൽ മുജ്തമ, സമൂഹത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും വൃത്തിക്കുള്ള പങ്കിനെ മനസ്സിലാക്കുക, വൃത്തിന്റെ ഖീമത്തുൽ അസാസിയ ബേസിക് വാല്യൂ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ലക്ഷ്യം. മറ്റൊന്ന് ഇദ്റാഖ് അഹമ്മിയത്തിൻ നിലാഫ ലിറഫാഹിയൽ മാദിയ വറൂഹിയ, നമ്മുടെ ആത്മീയപരമായി കൊണ്ടുള്ള ജീവിതത്തിനും നമ്മുടെ ബൗദ്ധികപരമായി കൊണ്ടുള്ള ജീവിതത്തിനും അത് ഉഷാറാവണമെങ്കിൽ, മെച്ചപ്പെട്ട രീതിയിലാവണമെങ്കിൽ എന്താ അത്യാവശ്യമാണ്, നമ്മുടെ വൃത്തി അത്യാവശ്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് 2ാമത്തെ ഒരു ലക്ഷ്യം. മറ്റൊന്ന് മഅരിഫത്ത് കൈഫ തുസ്ഹിമു നിലാഫ ഫി തഹ്ഖീഖ് തവാസുൻ വറഫാഹ് അൽ ജസദി വന്നഫ്സി വറൂഹി, നമ്മൾ നേരത്തെ പറഞ്ഞു ബൗദ്ധികപരമായി കൊണ്ടുള്ളതും നമ്മുടെ ആത്മീയപരമായി കൊണ്ടുള്ള സന്തുലനാവസ്ഥ എങ്ങനെയാണ്, നമ്മുടെ ഈ ആത്മീയപരമായി കൊണ്ടുള്ള ജീവിതവും ഭൗതികപരമായി കൊണ്ടുള്ള ജീവിതവും സന്തുലിതത്തിൽ പോകണം അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് ഒരു വൃത്തി എന്ന കോൺസെപ്റ്റ് നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കുക, അതുമാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യം. ഓക്കെ, മറ്റൊന്ന് ഫഹമുൽ മസ്ഊലിയത്തുൽ ബശരി അനിൽ അംറാദ്, മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുക, അനിൽ അംറാദ് രോഗങ്ങളെ കുറിച്ചുള്ള,
രോഗങ്ങളുടെ കാരണം മനുഷ്യന്മാർ തന്നെയാണ്. വൃത്തിയില്ലാത്ത അന്തരീക്ഷം, വൃത്തിയില്ലാത്ത സാഹചര്യം, വൃത്തിയില്ലാത്ത ഭക്ഷണം, അല്ലെ? അപ്പൊ വൃത്തിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. معرفة كيف يكون الإنسان في كثير من الأحيان مسؤولا عن أمراضه وعلله نتيجة تجاهله لقواعد النظافة. അവൻ വൃത്തിയുടെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും അറിയാത്ത കാരണമായിക്കൊണ്ട് അവന്റെ രോഗങ്ങൾക്കും അവന്റെ മാറാ രോഗങ്ങൾക്കും അവൻ ഉത്തരവാദിയായിട്ട് മാറുന്നത് എങ്ങനെയാണ്? പല സാഹചര്യങ്ങളിലും, മിക്ക സാഹചര്യങ്ങളും അങ്ങനെയായിരിക്കും. വൃത്തിയുടെ അഭാവം മൂലമായിരിക്കും പല രോഗങ്ങളും വന്നിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് പല സാഹചര്യങ്ങളിലും നമുക്ക് ഈ ഒരു അശ്രദ്ധ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ 9 യൂണിറ്റിന്റെയും ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് യൂണിറ്റുകൾക്ക് പ്രവേശിക്കാം. ഓരോ യൂണിറ്റുകൾ നമുക്ക് വിശദീകരിക്കാം. എൻജോയ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ബിത്തൗഫീഖ്. ജസാക്കല്ലാഹു ഖൈറ. ശുക്രൻ 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 ലിഹുസ്നി ഇസ്തിമാഇക്കും. മഅസ്സലാമ.